ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഇത്. 2 ദിവസത്തെ ഇതൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ 2 ദിവസത്തെ ചേർത്താണ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത്. കാരണം 2 ദിവസം ഈദ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ലുലുവിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ലുലുവിലാണ് പോയത്. അപ്പോൾ ആദ്യം വെസ്റ്റ് സൈഡിലാണ് പോയത്. എനിക്ക് ചെരുപ്പ് മേടിക്കണം എന്നായിരുന്നു, എനിക്ക് മാത്രമല്ല മോക്കും. അങ്ങനെ പിന്നെ ചെരുപ്പൊക്കെ നോക്കിയപ്പോൾ സാധാരണ എനിക്ക് ആവശ്യം ഫ്ലാറ്റ് ചെരുപ്പാണ്. എനിക്ക് ഹീൽസ് ശരിയാവത്തില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാലുവേദന ഉണ്ടെന്ന്. അപ്പോൾ ഹീൽസ് ശരിയാവത്തില്ല. പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ നടക്കുമ്പോൾ ഹീൽസ് ടാസ്ക്കാണ്. അങ്ങനെ പിന്നെ ഫ്ലാറ്റ് ചെരുപ്പാണ് നോക്കിയത്. അപ്പം എനിക്കിഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ സൈസില്ല. എൻ്റെ ആണെങ്കിൽ ഏറ്റവും ചെറിയ സൈസാണ്. കാരണം എപ്പോഴും കളിയാക്കുന്ന കാര്യമാണ് എൻ്റെ ചെരുപ്പിൻ്റെ സൈസിൻ്റെ കാര്യം പറഞ്ഞ്. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴത്തേനും കുറേ നോക്കി എൻ്റെ സൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് കിട്ടി. അങ്ങനെ അതും മേടിച്ച് പിന്നെ നോക്കിയത് കുഞ്ഞിന് ഡ്രസ്സ് നോക്കിയായിരുന്നു, മോക്ക് പെരുന്നാളൊക്കെ വരെയല്ലേ. അപ്പം വെസ്റ്റ് സൈഡിൽ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം പിന്നെ വെസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റേറ്റാണ്. പിന്നെ എനിക്കത്ര ഞാൻ വിചാരിച്ച പോലെ മോക്ക് ഞാൻ നല്ല കോട്ടനാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ടൈപ്പ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ചെരുപ്പിൻ്റെ ബില്ലും പേ ചെയ്ത് ഞങ്ങൾ ലുലു ഫാഷനിൽ ചെന്ന് അവിടെ നല്ല അടിപൊളി വിഷു കളക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വിഷു വരെയല്ലേ, നല്ല റേറ്റ് കുറവാണ്. ഈ ചുമപ്പ് പൂക്കൾ വരുന്നില്ലേ ഇത്, അതിന് 100 സംതിങ് എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ല റേറ്റ് കുറവായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഞാൻ മോക്കൊരെണ്ണം മേടിച്ച് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമല്ലോ ആ ഒരു രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെരുന്നാളിന് വേണ്ടിയിട്ട് അല്ലാതെ ഒരു ഡ്രസ്സും എനിക്ക് കിട്ടിയില്ല. കാരണം ഹെവി ആയിരുന്നു എല്ലാം. അപ്പോൾ അത് ഈ ഒരു ഒന്നാമതേ ഇപ്പോൾ ചൂട് കുഞ്ഞുങ്ങൾക്ക് കഴിയുമ്പോൾ അതൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഞാനൊക്കെ ഹെവി എടുക്കുന്നത് വളരെ കുറവാണ്. കുഞ്ഞിലെ എടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ആ പുറത്തൊക്കെ അവർക്കത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മോക്കും ഒരു ചെരുപ്പ് മേടിച്ച്, ഇക്കാടെ മമ്മിക്കും ഒരു ചെരുപ്പ് മേടിച്ച് അവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ലുലു ഫാഷനിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ ഫൺട്യൂരയിലും പിന്നെ ഫുഡ് കോർട്ടിലും. മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. പെരുന്നാൾ വിഷു ഒക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നടന്ന്, എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോക്കാണ് ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത്, ഒന്നും കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോഴത്തേനും അവിടെ എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല, മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും മെഹന്തി ഉണ്ടായിരുന്നു. പെരുന്നാൾ വരെയല്ലേ, അതിൻ്റെ ഇതായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രൂട്ട്സ്, അതായത് തണ്ണിമത്തൻ അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഒന്നും പെരുന്നാളിനായിട്ടുള്ള ഇതിനായിട്ടുള്ള ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത ദിവസം ഇറങ്ങണം. അപ്പം ഇത്രയാണ് ഇന്ന് പർച്ചേസ് ചെയ്തത്. ഇത് ഡേ 2 ആണ്. ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഇവിടെ ശ്രീകാര്യത്ത് ട്രെൻഡ്സിലാണ്. സാധാരണ ട്രെൻഡ്സിൽ നിന്ന് എനിക്ക് മോക്ക് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. മോക്ക് പറ്റിയ ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം ഞാൻ എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല കോട്ടൺ ടൈപ്പ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെനിക്ക് കറക്റ്റ് കൂടെ നിന്ന് എല്ലാം എടുത്ത് തന്ന്. അങ്ങനെ മോൾക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെൻസ് സെക്ഷനിൽ പോയി. മോളെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അവളെ താഴെ ഇറക്കി വിട്ടില്ല. കാരണം ലുലുവിൽ ഇന്നലെ മേടിച്ച ചെരുപ്പ് നല്ല ലൂസായിരുന്നു. അപ്പോൾ അത് ഊരിപ്പോണ്. അപ്പോൾ ഇവൾക്ക് തറയിറങ്ങി നടക്കണം. അങ്ങനെ തറയിറക്കാത്തതിൻ്റെ ദേഷ്യമാണ് അവളെ മുഖത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെൻസ് സെക്ഷനിൽ പോയി. അവിടെ നിന്ന് ഇക്കാകെ ടീഷർട്ടും ഷർട്ടൊക്കെ നോക്കി. അവിടെ അടിപൊളി ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇക്കാടെ സൈസ് കിട്ടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് എനിക്ക് ഡ്രസ്സ് നോക്കി. അപ്പോൾ ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് അന്ന് തൊട്ടേ മാച്ചിങ് ആയിട്ട് ബ്ലാക്ക് ഇടണമെന്ന് എപ്പോഴും വിചാരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ബ്ലാക്ക് എടുത്തിട്ടില്ല ഞങ്ങൾ. അങ്ങനെ അപ്പം എടുക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഉമ്മ പറയും, ഇതൊരു ബ്ലാക്ക് ദുഃഖത്തിൻ്റെ സിമ്പലല്ലേ, അപ്പം നല്ല കാര്യങ്ങൾക്കൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അണച്ച് കളയും. അങ്ങനെ ഞാൻ ഇതുവരെയും ബ്ലാക്ക് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ വിചാരിച്ച് ഇത്തവണ 2ഉം കൽപ്പിച്ച് ബ്ലാക്ക് തന്നെ കൺഫേം ആക്കി. അങ്ങനെ ബ്ലാക്കൊക്കെ എടുത്ത് ബില്ലൊക്കെ പേ ചെയ്ത് അത്യാവശ്യം നല്ല ബില്ലായി അവിടെ. നല്ലൊരു എമൗണ്ടായി. കാരണം കുഞ്ഞുങ്ങളെ ഡ്രസ്സ് എത്രയൊക്കെ ആണെങ്കിലും ഒരു എമൗണ്ട് ആവുമല്ലോ. അങ്ങനെ അതൊക്കെ പേ ചെയ്ത് പിന്നെ കൂപ്പൺ കിട്ടി. മെയ് 14 തൊട്ട് അങ്ങനെ എന്തോ കൂപ്പൺ കിട്ടി. പിന്നെ ഞങ്ങൾ മേടിച്ച്, കാരണം എൻ്റെ ബ്രദറിൻ്റെ മാരേജൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ കൂപ്പണൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ലുലുവിലോട്ടാണ്. ലുലുവിൽ പോയിട്ട് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലുലുവിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരാവശ്യമില്ലാതെ ഞങ്ങൾക്ക് വെറുതെ ഹൈപ്പറിൽ കയറാൻ തോന്നി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹൈപ്പറിൽ കയറി. കൂടുതലും ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ഈ പാത്രം സെക്ഷൻസ് ഇല്ലേ, അവിടെയാണ്. കാരണം ഇഷ്ടം പോലെ ഈ ഒരു സാധനം ഞാൻ ഇടയ്ക്ക് വന്നപ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ ഈ റമദാനൊക്കെ ചെയ്യുന്ന ജ്യൂസൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വീണാൽ തന്നെ പൊട്ടിപ്പോവും. എനിക്ക് തോന്നുന്നു 700 സംതിങ് ആണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിന് ഏറ്റവും റേറ്റ് കുറവ്.
എല്ലാത്തിനും നല്ല നല്ല റേറ്റുണ്ട്. ക്വാളിറ്റി എനിക്ക് തോന്നുന്നു അത്ര പോരാന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് ജ്യൂസൊന്നും കൊള്ളത്തില്ല. കൂടി ഇപ്പോൾ 2 ഗ്ലാസ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിന് കൊട്ടും ഒരു 3 ഗ്ലാസ് 3.5 ഗ്ലാസ് ജ്യൂസൊക്കെ കൊള്ളുമായിരിക്കും. പക്ഷേ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം വരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വില കൂടുതൽ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു മറ്റതിനെ സംബന്ധിച്ച് തന്നെ കുറവാണ്. ആ പിടിയില്ലേ, നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് അത് പിടിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ആ പിടി നല്ല സ്ട്രോങ് അല്ലത്. അങ്ങനെ ഞാനത് പറയുന്നുണ്ട് ഇക്കാലത്ത് സ്ട്രോങ് അല്ല പിടിയെന്ന്. അങ്ങനെ പിന്നെ അവിടെ കുറേയൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് നോക്കി. എനിക്കിവിടെ കട്ടിംഗ് ബോർഡ്, ഞാൻ ആ കട്ടിംഗ് ബോർഡ് ഒക്കെ വെക്കാനെ കളിയാക്കി. ഇവിടെ ഒരു കട്ടിംഗ് ബോർഡുണ്ട്, ഞാൻ ആ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യത്തില്ല. ഞാൻ അല്ലാണ്ട് നമ്മുടെ സാധാ നോർമലി ഞാൻ അവിടെ കിച്ചണിൻ്റെ സ്ലാബിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ റമദാൻ്റെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം അവരിങ്ങനെ എടുത്ത് വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഉണ്ട്, കട്ട്ലറ്റ്, പോക്കറ്റ് ഷവർമ, സമൂസ, അങ്ങനെ വെറൈറ്റി, പിന്നെ എന്തൊരു കിളിക്കൂട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ. ഹൈപ്പറിൽ എന്തോ ഒന്നോ രണ്ടോ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് നല്ല നിർബന്ധം കാണിച്ച് അവൾക്ക് ഉറങ്ങണമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫീഡിങ് റൂമിൽ കൊണ്ടുപോയി അവളെ നന്നായിട്ട് ഉറക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാൻറ്റലൂൺസിൽ ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് വരേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു ടോപ്പ് നോക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ടോപ്പൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നെക്ക് വി ഷേപ്പായിരുന്നു. അപ്പം എന്തോ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. പാർക്കിങ്ങിൽ എൻ്റെ പൊന്നെ, പാർക്കിങ്ങിൽ നിന്ന് വെളിയിലിറങ്ങാൻ തന്നെ ഞങ്ങൾ കുറേ ടൈം എടുത്ത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷനും കൂടെ അല്ലേ. പിന്നെ ഇപ്പോൾ വിഷു വരുന്നു, നോമ്പ് വരുന്നു, അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് മാങ്ങ കണ്ട്. മാങ്ങയ്ക്കൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ്. അങ്ങനെ പിന്നെ മാങ്ങയും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഇതാണ് കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ.